പിന്നെ നമ്മൾ കുറേ നാൾ മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞ് 2-3 പേര് കേസെടുത്തില്ലേ. അപ്പം ഈ കരിങ്കൊടി പ്രതിഷേധം നിയമവിരുദ്ധവും അപകീർത്തിപ്പെടുത്തലും അല്ല എന്നാണ് ഇപ്പം ഹൈക്കോടതി പറയുന്നത്. അപ്പം കുറേ പേരിങ്ങനെ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ വാഹനവ്യൂഹം കടന്നു വന്നപ്പോൾ കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞല്ലായിരുന്നു. അപ്പം അത് ഈ കേസ് ഇപ്പം റദ്ദാക്കിയിരിക്കുകയാണ്. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തിപ്പെടുത്തലോ നിയമവിരുദ്ധമോ അല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഏതെങ്കിലും നിറമുള്ള കൊടി വീശുന്നത് നിരോധിച്ചിട്ടില്ലാത്തതിനാൽ പ്രതിഷേധം അറിയിക്കാൻ കരിങ്കൊടി വീശുന്നതിന് അപകീർത്തി കുറ്റം ബാധകമല്ല. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയ 3 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അപ്പോൾ 3 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായിരുന്നു അന്ന് കേസെടുത്തത്. അതാണിപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അതായത് 2017 ഏപ്രിൽ 9 മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയപ്പോൾ കരിങ്കൊടി വീശുകയും തടയാൻ ശ്രമിച്ച പോലീസിനെ തട്ടിമാറ്റുകയും ചെയ്തുവെന്നാണ് കേസ്. കേസ് നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിമിൽ, ഫിജോ, സുമേഷ് ദയാനന്ദൻ എന്നിവർ നൽകിയ ഹർജി അനുവദിച്ച കോടതി നോർത്ത് പറവൂർ പോലീസ് നൽകിയ റിപ്പോർട്ട് റദ്ദാക്കി. അനീതിയെന്ന് തോന്നിയ കാര്യത്തിൽ ഹർജിക്കാർ പ്രതിഷേധം അറിയിച്ചത് കരിങ്കൊടി വീശിയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ജനാധിപത്യത്തിൽ വികാരങ്ങളുടെ പരസ്യ പ്രകടനം എന്ന നിലയ്ക്ക് പ്രതിഷേധങ്ങളും അനിവാര്യമാണ്. സമാധാനപരമായ പ്രതിഷേധങ്ങൾ ഭരണത്തെ ദുർബലമാക്കുകയല്ല, ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കരിങ്കൊടി വീശൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെയായാൽ പോലും അപകീർത്തികരമായി കാണാനാവില്ലെന്ന് കോടതി പറഞ്ഞു. അപകീർത്തി ഉണ്ടായ വ്യക്തി കോടതിയിൽ നൽകുന്ന പരാതിയിലല്ലാതെ പോലീസ് റിപ്പോർട്ടിന്മേൽ അപകീർത്തി കേസ് നടപടി സാധിക്കില്ല. ഔദ്യോഗിക നിർദ്ദേശം ലംഘിച്ച് പൊതുവഴി തടസ്സപ്പെടുത്തി, പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തി തുടങ്ങിയ മറ്റു കുറ്റങ്ങളും നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. അപ്പം ഇദ്ദേഹം അല്ല അന്ന് കേസ് കൊടുത്തത്, പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അപ്പോൾ 2017 മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ ഇവർ കരിങ്കൊടി കാണിച്ചതും, അപ്പോൾ കരിങ്കൊടി കാണിച്ചപ്പം പോലീസ് അവരെ തടഞ്ഞെന്നും അപ്പോൾ അവരെ തള്ളി മാറ്റിയെന്നും പറഞ്ഞായിരുന്നു കേസെടുത്തത്. അപ്പം നമ്മുടെ ഹൈക്കോടതി പറയുന്നത്, അതായത് കോടതി പറയുന്നത് കരിങ്കൊടി വീശൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെയായാൽ പോലും അതൊരു അപകീർത്തിപ്പെടുത്തലാവില്ല. കാരണം ഏതെങ്കിലും ഒരു നിറമുള്ള കൊടി നിരോധിച്ചിട്ടില്ലാത്തതിനാണ് പ്രതിഷേധം നമ്മൾ കരിങ്കൊടിയിൽ അറിയിക്കുന്നത്, അതായത് അങ്ങനെ അറിയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അപകീർത്തിപ്പെടുത്തലാവുന്നില്ല. ഇനി മറിച്ച് നമ്മുടെ അതായത് ഈ ആൾ നേരിട്ട് ചെന്ന് കേസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പരാതി നൽകുകയാണെങ്കിൽ നമുക്ക് അത് അപകീർത്തിയാണെന്ന് പറയും. ഇത് പോലീസിന്റെ ഒരു റിപ്പോർട്ടിന്മേലാണ് അപകീർത്തിപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ കേസ് ചാർജ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് അപകീർത്തിപ്പെടുത്തലല്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പം നമ്മൾ അന്നാണെങ്കിൽ TV-യിലൊക്കെ ഇത് കാണുമ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു, മുഖ്യമന്ത്രിയെ കരിങ്കൊടി. അപ്പം നമ്മളും വിചാരിക്കുന്നത് വലിയ എന്തോ സംഭവമാണ്, കരിങ്കൊടി കാണിക്കുന്നത് വലിയ എന്തോ കുറ്റമാണ് എന്നാണ് നമ്മളും ആ സമയത്ത് വിചാരിച്ചിരുന്നത്. കാരണം അന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം നമ്മളും കരുതിയിരുന്നത് കരിങ്കൊടി കാണിക്കുന്ന വലിയ എന്തോ ജീവപര്യന്തം വല്ല ശിക്ഷയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ നമ്മൾ അന്ന് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ കരിങ്കൊടി കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അപകീർത്തിപ്പെടുത്താനൊന്നും പറ്റില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഓക്കെ.